ദൈവത്തിൽ നിന്നും പ്രധാനമായും 2 അനുഗ്രഹങ്ങൾ മനുഷ്യർക്ക് ലഭിക്കുന്നുണ്ട്. ഒന്ന് കോമൺ ബ്ലെസ്സിങ്, പൊതുവായ അനുഗ്രഹം. നിത്യരക്ഷയുമായി ബന്ധമില്ലാത്ത അനുഗ്രഹങ്ങളാണിത്. ആരോഗ്യം, രോഗസൗഖ്യം, ജോലി, ഉദ്യോഗ കയറ്റം, സമ്പത്ത്, വീട്, വിദ്യാഭ്യാസം, നാം കൊള്ളുന്ന മഴ, വെയിൽ, ഇവയെല്ലാം ദൈവം എല്ലാവർക്കും നൽകുന്ന പൊതുവായ അനുഗ്രഹങ്ങളാണ്. ഈ പൊതുവായ അനുഗ്രഹങ്ങളുടെ വെളിച്ചത്തിൽ നാം ദൈവത്തിൻ്റെ സ്നേഹത്തെയും അവിടുത്തെ പദ്ധതിയെയും അളക്കരുത്. ഇന്ന് നാം കേൾക്കുന്ന ക്രൈസ്തവ വേദികളിലെ പ്രഭാഷണങ്ങളും കൂട്ടായ്മകളിലെ സാക്ഷ്യവും പ്രാർത്ഥനകളുമൊക്കെ കൂടുതലായി പൊതുവായ അനുഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നത് ഖേദകരം. എന്നാൽ നമ്മുടെ നിത്യരക്ഷയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതത്രേ സേവിങ് ബ്ലെസ്സിങ്സ്, രക്ഷിക്കുന്ന അനുഗ്രഹം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ദൈവവുമായി അനുരഞ്ജനപ്പെടാൻ വ്യക്തികളെ പ്രാപ്തരാക്കുന്നത് രക്ഷിക്കുന്ന അനുഗ്രഹമാണ്. പൊതുവായ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ലഭ്യമാണെങ്കിലും അവരുടെ പാപങ്ങളെക്കുറിച്ച് അനുതപിക്കുകയും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുന്നതത്രേ രക്ഷിക്കുന്ന അനുഗ്രഹം. ഈ രക്ഷിക്കുന്ന അനുഗ്രഹം അത്രേ സ്പിരിച്വൽ ബ്ലെസ്സിങ്, ആത്മീയാനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. തിരുവചനം പറയുന്നു, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം, സ്വർഗത്തിലെ സകല ആത്മികാനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. നിത്യരക്ഷയുമായും ദൈവവുമായും ദൈവവചനവുമായും ഓരോ ദിവസവും നമ്മെ അടുപ്പിച്ച് നടത്തുവാൻ പര്യാപ്തമായി തീർന്നുകൊണ്ടിരിക്കുന്നതത്രേ ആത്മികാനുഗ്രഹങ്ങൾ. പൊതുവായ അനുഗ്രഹങ്ങൾക്ക് മാത്രമായി നടക്കുന്നവരോടായി യേശു കർത്താവ് പറഞ്ഞതത്രേ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാമത്തെ വാക്യം, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അനവധിയായ വസ്തുവകകൾ സ്വരൂപിച്ചിട്ട് ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞ ധനവാനോട് ദൈവം പറഞ്ഞതത്രേ, മൂഢാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ദൈവവിഷയമായി സമ്പന്നനാകുക. ഈ ലോകത്തിലെ താൽക്കാലിക ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചും അതിനായി മാത്രം അധ്വാനിച്ചും കൊണ്ട് ജീവിക്കുന്നത് നിർത്തിവെച്ചിട്ട് നിത്യരാജ്യത്തെക്കുറിച്ചുള്ള ചിന്ത അധികമായി നമ്മിലുണ്ടായി പരിശുദ്ധാത്മാവിനെ അനുസരിച്ചും അനുദിനം ക്രിസ്തുവിൽ വളർന്നും അവനെ സ്നേഹിച്ചും ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീർന്നും ദൈവവിഷയമായി നമുക്ക് സമ്പന്നരായി തീരാം. ആത്മികാനുഗ്രഹങ്ങൾ ഒടുവിൽ നമ്മെ കൊണ്ടെത്തിക്കുന്നത് നിത്യരാജ്യത്തിലായിരിക്കും. Have a blessed day.